ദൈവനാമത്തിൻ്റെ മഹത്വമുണ്ടാകട്ടെ. ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്കായി ലഭിച്ചിരിക്കുന്ന വേദഭാഗം അപ്പോസ്തല പ്രവൃത്തികൾ 20-ാം അധ്യായം 35-ാം വാക്യം. ഇങ്ങനെ പ്രയത്നം ചെയ്ത് പ്രാപ്തിയില്ലാത്തവരെ സഹായിക്കുകയും വാങ്ങുന്നതിനേക്കാൾ കൊടുക്കുന്നത് ഭാഗ്യം എന്ന് കർത്താവായ യേശു താൻ പറഞ്ഞ വാക്ക് ഓർത്തുകൊള്ളുകയും വേണ്ടത് എന്ന് ഞാൻ എല്ലാം കൊണ്ടും നിങ്ങൾക്ക് ദൃഷ്ടാന്തം കാണിച്ചിരിക്കുന്നു. ഒരു സന്യാസി ആശ്രമത്തിന് പുറത്ത് താമസിച്ചിരുന്ന തൻ്റെ സഹോദരനെ പലപ്പോഴും സഹായിച്ചിരുന്നു. എന്നാൽ സഹോദരൻ ദരിദ്രനായി തീർന്നുകൊണ്ടിരുന്നു. അതെന്തുകൊണ്ട് എന്ന് സന്യാസിക്ക് മനസ്സിലായില്ല. ഒരിക്കൽ സന്യാസി ആ ആശ്രമത്തിലെ ഗുരുവിനോട് ഉപദേശം ചോദിച്ചു. കഥ മുഴുവൻ കേട്ട ശേഷം ഗുരു പറഞ്ഞു, ഇനിയും നിങ്ങൾ സഹോദരന് യാതൊന്നും നൽകരുത്. പകരം അവൻ്റെ ജോലിയിൽ നിന്ന് എന്തെങ്കിലും അവൻ നിങ്ങൾക്ക് കൊണ്ടുവന്ന് നൽകണമെന്ന് പറയുക. നന്ദിയോടെ അത് സ്വീകരിച്ച് ദരിദ്രർക്ക് നൽകുക. അവരോട് സഹോദരന് വേണ്ടി പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെടുക. സന്യാസി ഗുരുവിന് നന്ദി പറഞ്ഞ് തൻ്റെ കുടിലിലേക്ക് മടങ്ങി. സഹോദരൻ വീണ്ടും വന്നപ്പോൾ സന്യാസി അദ്ദേഹത്തിന് ഒന്നും നൽകിയില്ല. പകരം ഗുരു നൽകിയ ഉപദേശപ്രകാരം സഹോദരനോട് പറയുകയും ചെയ്തു. സഹോദരൻ നിരാശനായി മടങ്ങിപ്പോയി. പിന്നെ കുറേ നാളുകളിലേക്ക് അവൻ സന്യാസിയെ കാണുവാൻ വന്നില്ല. എന്നാൽ കുറേ നാളുകൾക്ക് ശേഷം ഒരിക്കൽ അദ്ദേഹം കുറച്ച് ധാന്യവും വീണ്ടും ഒരിക്കൽ പലവിധ ഫലങ്ങളും കൊണ്ടുവന്നു. അത് പലപ്പോഴും ആവർത്തിച്ചു. സന്യാസി അവയെല്ലാം സന്തോഷത്തോടും നന്ദിയോടും കൂടെ സ്വീകരിച്ച് ദരിദ്രർക്ക് നൽകുകയും സഹോദരന് വേണ്ടി പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തു. ഒരു ദിവസം അദ്ദേഹം തൻ്റെ സഹോദരനോട് ചോദിച്ചു, നിനക്കിപ്പോൾ എങ്ങനെയുണ്ട്? സഹോദരൻ പറഞ്ഞു, മുമ്പ് ഞാൻ എന്തെങ്കിലും സ്വീകരിക്കുമ്പോൾ അതൊരു തീ പോലെ എൻ്റെ വീട്ടിൽ പ്രവേശിച്ച് മറ്റെല്ലാവരെയും എങ്ങനെയോ ദഹിപ്പിച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ ഞാൻ ആരിൽ നിന്നും ഒന്നും പ്രതീക്ഷിക്കുന്നില്ല. എനിക്ക് ആവശ്യത്തിലധികം ഉള്ളതായി തോന്നുന്നു. ദൈവം എന്നെ അനുഗ്രഹിച്ചിരിക്കുന്നു. ഇതൊരു നിത്യസത്യമാണ്. ലഭിക്കുന്നവരല്ല, നൽകുന്നവരാണ് യഥാർത്ഥത്തിൽ അനുഗ്രഹിക്കപ്പെടുന്നത്. ലഭിക്കണം ലഭിക്കണം എന്ന ചിന്ത നമ്മിൽ ഉളവാക്കുന്ന ഊർജം വിനാശകാരിയാണ്. എന്നാൽ ദരിദ്രർക്കും പ്രതിസന്ധികളിലായിരിക്കുന്നവർക്കും നൽകുമ്പോൾ നമ്മിൽ ഉളവാകുന്ന ഊർജം ക്രിയാത്മകമാണ്. അത് നമ്മെ ഊർജ്ജസ്വലരും അധ്വാനികളുമാക്കി തീർക്കും. നോക്കുക, സഹോദരനിൽ നിന്നും പ്രാപിച്ചുകൊണ്ടിരുന്നവൻ സഹോദരൻ നൽകുവാൻ പ്രാപ്തനായി. മാത്രമല്ല, അവൻ നൽകിയത് സ്വീകരിച്ച ദരിദ്രർ അവന് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തപ്പോൾ അവനൊരു സ്വർഗീയ വലയത്തിനുള്ളിലായിത്തീർന്നു. അതവനെ സന്തുഷ്ടനാക്കി. സന്തുഷ്ട ഹൃദയം എത്ര വലിയ ഔഷധമാണ്. അതിനാൽ കൊടുക്കുവാൻ അവസരമുണ്ടാകുമ്പോൾ അത് ശരിയായി വിനിയോഗിക്കുവാൻ നമുക്കും സാധിക്കണം. മറ്റുള്ളവർ അനുഗ്രഹിക്കപ്പെടട്ടെ. അതാണ് നമുക്കും അനുഗ്രഹം. പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, ലഭിച്ച വചനത്തിനായി നന്ദിയോടെ സ്തോത്രം. മറ്റുള്ളവർക്ക് ഔദാര്യത്തോടെ നൽകുവാൻ, പൂർണ്ണ മനസ്സോടെ നൽകുവാൻ കർത്താവ് ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങൾക്കുള്ള അനുഗ്രഹം, കർത്താവ് നൽകിയ അനുഗ്രഹത്തിൽ നിന്നും ദൈവമേ മറ്റുള്ളവർക്ക് നൽകുമ്പോൾ അത് ഞങ്ങൾക്കും അനുഗ്രഹമായി തീരും എന്ന് ഇന്നത്തെ പ്രഭാതത്തിലെ വചന കഴിവിലൂടെ ഞങ്ങളെ അവിടുന്ന് മനസ്സിലാക്കി തന്നതിനായി നന്ദിയോടെ സ്തോത്രം. വചനത്തെ അനുസരിച്ച് ജീവിപ്പാൻ തക്കവണ്ണം അവിടുന്ന് സഹായിച്ചാട്ടെ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.